നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു മൂന്നാർ ട്രിപ്പാണ്. ഞാനും ഏട്ടനും ചേട്ടനും കുഞ്ഞിയും കാതുമായിട്ടാണ് പോകുന്നത്. എനിക്ക് എക്സാം ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങി. അവർ എന്നെ കോളേജ് പിക്ക് ചെയ്യാൻ വന്നായിരുന്നു. ഉച്ച ടൈം ആയതുകൊണ്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. ആലപ്പുഴയിലുള്ള പുട്ട് ഹൗസിലാണ് ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. ഞാൻ വിചാരിച്ചിരുന്നത് അവിടെ പുട്ട് ഐറ്റംസ് മാത്രമേ കഴിക്കാൻ കാണുമെന്നാണ്. എന്നാൽ അങ്ങനെയല്ലെന്ന് എനിക്ക് അന്ന് അവിടെ കയറിയപ്പോൾ മനസ്സിലായി. ഉച്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഊണാണ് ഓർഡർ ചെയ്തത്, കൂടെ ഒരു ഫിഷ് മപ്പാസും. നല്ല തിരക്കായതുകൊണ്ട് ഫുഡ് വരാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. നല്ല അടിപൊളി ഊണായിരുന്നു. പായസമൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ല സൂപ്പർ ഊണ്. ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഈവനിങ് ആയപ്പോഴേക്കും പോകുന്ന വഴിക്ക് ഗോപേണ്ണനുണ്ട് സലോണിൽ കയറണമായിരുന്നു. ആ ടൈം ഞങ്ങൾ അവിടെ നിന്ന് കുറേ പോസ്റ്റ് അടിച്ച സമയത്ത് അടുത്തുള്ളൊരു കിഡ് ഷോപ്പിൽ കയറി. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് പറ്റിയ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞിക്ക് അവിടെ നിന്ന് ഞങ്ങളൊരു ക്രോക്സ് വാങ്ങി. ഏട്ടനും കുഞ്ഞിയും കൂടെ ആയിരുന്നു അവിടെ അതൊക്കെ ഇട്ട് നോക്കി എടുക്കുകയൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്തു. നല്ല നൈറ്റ് ആയപ്പോൾ പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഫുഡ് പാഴ്സലാണ് വാങ്ങിയത്. പിന്നെ പാടാം. ഇപ്പൊ ടിങ്കിൾ ടിങ്കിൾ ഒന്ന് പാടിയേ. എല്ലാവരും മ്യൂസിക് ഡയറക്ടറാണ്. ഈ ടോൺ തന്നെയായിരുന്നു ABCD. ഇത് കഴിഞ്ഞിട്ട് വേറെണ്ണുണ്ട്, ജോണി ജോണി. അതും അത് തന്നെ. മറ്റേ ലിപ്സ്റ്റിക്കിന് എന്തായിരുന്നു പറഞ്ഞ? എന്താ ലിപ്സ്റ്റിക് എന്തുമ്പളത് ചുണ്ടി തേക്കുന്ന അതിന്റെ പേരെന്തുവാ? അങ്ങനെ ലാസ്റ്റ് സ്റ്റേ ചെയ്യുന്നിടത്തെത്തി. മൂന്നാറിനടുത്തുള്ള ആനച്ചാലുള്ള ഒരു സ്റ്റേക്കേഷൻ ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടീ ലീഫ് എന്നാണ് സ്റ്റേക്കേഷന്റെ പേര്. താഴെയുള്ള റൂംസ് ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. റൂമിലോട്ട് കയറുമ്പോൾ സൈഡിലായിട്ടൊരു വാഷ്റൂം, പിന്നെ ബെഡ്റൂം. ആ ബെഡ്റൂം അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഡൈനിങ് ഹാളാണ്. ആ ഡൈനിങ് ഹാളിൽ ഡൈനിങ് ടേബിളും അത് കണക്ക് തന്നെ വാഷ് ബേസിനും ഒക്കെ ഉണ്ട്. അവരൊരു എക്സ്ട്രാ ബെഡും തന്നിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഡൈനിങ് ഹാളായിരുന്നു അത്. ആ ഡൈനിങ് ഹാൾ അറ്റാച്ച് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ബെഡ്റൂമാണ്. അത് മറ്റേ ബെഡ്റൂമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം നല്ല കുറച്ചുകൂടെ സ്പേസ് ഉണ്ടായിരുന്നു. നവംബർ ഡിസംബർ മാസമായതുകൊണ്ട് നല്ല മഞ്ഞുള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞ് വന്നപ്പോഴേ സെറ്ററൊക്കെ എടുത്തിട്ട് ഇരിക്കുമായിരുന്നു. നല്ല ടയർഡായതുകൊണ്ട് നേരെ ഫ്രഷായിട്ട് വന്ന് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഞങ്ങൾ മന്തിയും അതേ കണക്ക് തന്നെ പൊറോട്ടയും ചിക്കൻ റോസ്റ്റും ആയിരുന്നു വാങ്ങിയത്. അങ്ങനെ ഫുഡ് കഴിച്ച് അവിടെ ഇരുന്ന് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്റ്റേക്കേഷനാണിത്. ഈ 3 റൂംസ് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഓടിക്കളിക്കാനും എല്ലാം നല്ല സ്പേസ് ഉണ്ടായിരുന്നു. എന്താ കുഞ്ഞ് ചെയ്യുന്നേ? അങ്ങനെ പിന്നെ ഞാനും കുഞ്ഞും കുറേ നേരം അവിടെ ഇരുന്ന് കളിച്ച്. അങ്ങനെ പിന്നെ കുഞ്ഞ് ഞങ്ങളുടെ റൂമിൽ വന്ന് അവിടെ ഇരുന്ന് കുറേ നേരം ഏട്ടനുമായിട്ടൊക്കെ ഇരുന്ന് കളിച്ച്. ടിവിയും വൈഫൈ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ചു നേരം പാട്ടൊക്കെ കേട്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.